ലൂസിഫർ 3യെക്കുറിച്ചുള്ള വ്യാജ പ്രചരണങ്ങൾ നിഷേധിച്ച് പൃഥ്വിരാജിന്റെ ടീം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. എൽ3 അസ്രയേൽ എന്ന സിനിമയെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾക്ക് മറുപടി നൽകി സംവിധായകനും നടനുമായ പൃഥ്വിരാജ് സുകുമാരന്റെ ടീം അടുത്തിടെ ലൂസിഫർ 3 വെള്ളിത്തിരയിലുള്ള സീക്വൻസുകൾ ഉൾപ്പെടുത്തുമെന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. മോഹൻലാൽ നായകനാകുന്ന ലൂസിഫർ ഫ്രാഞ്ചൈസിയുടെ അവസാന അധ്യായമായ എൽ3 അസ്രയേൽ എന്ന ചിത്രത്തെക്കുറിച്ച് പ്രചരിക്കുന്ന അഭ്യൂഹങ്ങൾ നടനും സംവിധായകനുമായ പൃഥ്വിരാജ് സുകുമാരന്റെ ടീം ഔദ്യോഗികമായി തള്ളിക്കളഞ്ഞു. ലൂസിഫർ 3യിലെ അണ്ടർ വാട്ടർ സീക്വൻസുകളെക്കുറിച്ച് പൃഥ്വിരാജ് പ്രസ്താവനകൾ നടത്തിയെന്ന അവകാശവാദം അവർ നിഷേധിച്ചു. അത്തരം റിപ്പോർട്ടുകൾ പൂർണ്ണമായും തെറ്റും പൂർണ്ണമായും അസത്യവുമാണ് എന്ന് അവർ പറഞ്ഞു. പൃഥ്വിരാജിന്റെ ഏറ്റവും പുതിയ ചിത്രമായ സർസമീൻ എന്ന ചിത്രത്തിന്റെ പ്രൊമോഷനുകൾ നടക്കുന്നതിനിടെയാണ് ഈ പ്രസ്താവന പുറത്തിറക്കിയത്. എക്സിൽ പങ്കിട്ട ഒരു പ്രസ്താവനയിൽ പൃഥ്വിരാജിന്റെ ഔദ്യോഗിക ടീം മാധ്യമങ്ങൾ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിനെ വിമർശിച്ചു. പൃഥ്വിരാജ് സുകുമാരൻ എൽ3 സിനിമയെക്കുറിച്ച് പ്രസ്താവനകൾ നടത്തിയെന്ന് അവകാശപ്പെടുന്ന പ്രധാന ചാനലുകൾ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ചതിൽ തങ്ങൾ നിരാശ പ്രകടിപ്പിക്കുന്നു. ഈ റിപ്പോർട്ടുകൾ പൂർണ്ണമായും അസത്യമാണ്. കൃത്യമായ വിവരങ്ങൾക്കായി അസർമീൻ പ്രൊമോഷനുകളിൽ നിന്നും ഔദ്യോഗിക അഭിമുഖ വീഡിയോകൾ പരിശോധിക്കാൻ ഞങ്ങൾ എല്ലാ മാധ്യമ സ്ഥാപനങ്ങളോടും അഭ്യർത്ഥിക്കുന്നു. വിദ്വേഷ പ്രചാരണത്തിന്റെ ഭാഗമായി വ്യാജ പ്രൊഫൈൽ ഐഡിയിൽ നിന്നാണ് ഈ തെറ്റായ വിവരങ്ങൾ ഉണ്ടായതെന്ന് തോന്നുന്നു, അവരുടെ പ്രസ്താവനയിൽ പറയുന്നു. മാധ്യമ ചാനലുകൾ വസ്തുതകൾ പരിശോധിക്കണമെന്നും ആവശ്യമായ തിരുത്തലുകൾ പ്രസിദ്ധീകരിക്കണമെന്നും പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് എല്ലാ ചാനലുകളും വസ്തുതകൾ പരിശോധിക്കണമെന്നും പൊതുജനങ്ങൾക്കും പൃഥ്വിരാജിന്റെ അഭ്യൂഹകാംക്ഷികൾക്കും സത്യം വ്യക്തമാക്കുന്നതിന് തിരുത്തിയ വാർത്തകൾ പ്രസിദ്ധീകരിക്കണമെന്നും തങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ ഒരു പ്രൊഫഷണൽ സമീപനം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, അവർ കൂട്ടിച്ചേർത്തു. 2019 പുറത്തിറങ്ങിയ ലൂസിഫർ എന്ന ചിത്രത്തിലൂടെ ആരംഭിച്ച ലൂസിഫർ ഫ്രാഞ്ചൈസി വ്യാപകമായി ജനപ്രീതി നേടിയിട്ടുണ്ട്. ഈ വർഷം ആദ്യം പുറത്തിറങ്ങിയ എൽ2 എമ്പുരാൻ എന്ന തുടർഭാഗത്തിന് നല്ല പ്രതികരണമാണ് ലഭിച്ചത്. 2002 ഗോദ്ര കലാപത്തെ ചിത്രീകരിക്കുന്ന രംഗങ്ങൾ രണ്ടാം ഭാഗത്തിൽ വിവാദങ്ങൾക്ക് കാരണമായി. ഇതൊക്കെയാണെങ്കിലും എൽ3നെ ചുറ്റിപ്പറ്റിയുള്ള തെറ്റായ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇത് പൃഥ്വിരാജിന്റെ ടീമിനെ വിശദീകരണ പ്രസ്താവന പുറത്തിറക്കാൻ പ്രേരിപ്പിച്ചു. ഫ്രാഞ്ചൈസിയുടെ ആദ്യ 2 ഭാഗങ്ങൾ സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് വിവിധ പ്രൊജക്ടുകളിൽ പ്രവർത്തിക്കുന്നു. ജൂലൈ 25 പുറത്തിറങ്ങിയ അദ്ദേഹത്തിന്റെ സമീപകാല ചിത്രമായ സർസമീൻ കജോൾ ഇബ്രാഹിം അലി ഖാൻ എന്നിവരുൾപ്പെടെ ശ്രദ്ധേയമായ താരനിരയെ അവതരിപ്പിക്കുന്നു. എന്നിരുന്നാലും ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീം ചെയ്യുന്ന ചിത്രത്തിന് നെഗറ്റീവ് അവലോകനങ്ങൾ ലഭിച്ചു. മഹേഷ് ബാബു, പ്രിയങ്ക ചോപ്ര എന്നിവർക്കൊപ്പം SS രാജമൗലിയുടെ SSMB 29 എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിലാണ് ഇപ്പോൾ താരം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക.